ഡൈനാമിക് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡാറ്റ ഫെച്ചിങ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് അല്ലേ. അതായത് നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സിമ്പിൾ വെതർ ആപ്പോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനോ അതോ അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് സ്റ്റോറോ എന്താണെങ്കിലും ഈ ഒരു ഡാറ്റ ഫെച്ചിങ് എന്നുള്ളത് നമ്മുടെ പ്രൊജക്ടിന്റെ ഒരു ബാക്ക് ബോൺ ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡാറ്റ ഫെച്ചിങ് ഫംഗ്ഷനാലിറ്റി നിങ്ങളുടെ പ്രൊജക്ടിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട റിയാക്ടിന്റെ മോഡേൺ അപ്രോച്ചസും അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രഡീഷണൽ ഡാറ്റ ഫെച്ചിങ്ങിന്റെ ഡ്രോബാക്സ് ആണ്. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ട്രഡീഷണൽ അപ്രോച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളോട് ഈ ഒരു മെത്തേഡ് പഠിക്കരുതെന്നോ അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യരുതെന്നോ അല്ല പറയുന്നത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടാവണം. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു മോഡേൺ ലൈബ്രറി എക്സാമ്പിൾ ആയിട്ട് ടാൻസ്റ്റാക്കറിയിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ ഫെച്ചിങ് കോൺസെപ്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രഡീഷണൽ മെത്തേഡ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതായത് ഡാറ്റ ഫെച്ചിങ്ങിൽ വരുന്ന ബേസിക് കോൺസെപ്റ്റ്സ്, അതിൽ വരുന്ന സ്റ്റേറ്റ്സ്, പിന്നെ അതിന്റെ അഡ്വാൻസ്ഡ് ക്യാഷിംഗ്, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഫെച്ചിങ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാലേ ഒരു മോഡേൺ ലൈബ്രറി പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഒരു ജൂനിയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ റിയാക്ട് ഫസ്റ്റ് ടൈം പഠിക്കുന്നവരാണെങ്കിലും ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ റിയൽ പ്രൊജക്റ്റിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ റീസൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് പഠിക്കുകയേ ചെയ്യരുത്, ഈ മെത്തേഡ് ഒഴിവാക്കണം നല്ലത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാൻ കാരണം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു കോഡ്, ട്രഡീഷണൽ മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിന് നമുക്ക് റിയാക്ടിന്റെ 2 ബിൽറ്റ്-ഇൻ ഹുക്സ് വേണം, യൂസ് സ്റ്റേറ്റ് ഹുക്കും യൂസ് എഫക്റ്റ് ഹുക്കും. എന്നിട്ട് ഈ ഒരു കോഡ് ചെയ്യുന്നത് ഒരു സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ സെർവറിൽ പോയി എടുത്തിട്ട് വരുവാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട് വരുവാണ് സെർവറിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്ലോ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എറർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എററിന്റെ പ്രോപ്പർട്ടി, ലോഡിംഗ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ലോഡിംഗ് പ്രോപ്പർട്ടി, എടുത്തിട്ട് വരുന്ന ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂസ് പാരം ഹുക്ക് നിങ്ങൾ നോക്കണ്ട, അത് റിയാക്ട് റൗട്ടറിന്റെ ആണ്, നമുക്കിവിടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇത്രയും സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ യൂസ് എഫക്റ്റ് ഹുക്കിലാണ് ഈ ഒരു ഡാറ്റ ഫെച്ചിങ്ങിന്റെ എൻറ്റയർ കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് റിയാക്ടിന്റെ തന്നെ. അതായത് ഇതിന്റെ ഡിപ്പെൻഡൻസി അറയിൽ യൂസറിന്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഐ ഡി ചേഞ്ച് ആകുമ്പോഴും യൂസ് എഫക്റ്റ് ഹുക്കിൽ കൊടുത്തിരിക്കുന്ന ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ ട്രിഗർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതിന്റെ വർക്ക് ഫ്ലോ നോക്കിയാൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒരു സ്റ്റുഡന്റിന്റെ ഇന്റർഫേസ് എടുത്തു. അവിടെ നമ്മൾ സ്റ്റുഡന്റിന്റെ ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, നമുക്കൊരു ലോഡിംഗ് സിമ്പിൾ വരൂല്ലേ. ഡാറ്റ ഫെച്ച് ചെയ്ത് വന്ന് യു ഐയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് വരെ ഈ ഒരു ലോഡിംഗ് സിമ്പിൾ അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ലോഡിംഗ് ഫസ്റ്റ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ഉണ്ട് ഡാറ്റ ഫെച്ചിങ്ങിന് വേണ്ടിയിട്ട്, അതിനെ കോൾ ചെയ്തു. ഇനി ആ ഫംഗ്ഷനിലേക്ക് പോയാൽ അത് ഒരു അസിൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ അകത്ത് ക്യാഷിംഗ് നിങ്ങളിപ്പോ നോക്കണ്ട, നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ആക്സിയോസ് ലൈബ്രറി ആണ് ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ജാവാ സ്ക്രിപ്റ്റിന്റെ ഫെച്ച് APIയോ അല്ലെങ്കിൽ ആക്സിയോസോ, നമ്മുടെ റിയാക്ടിന്റെ ട്യൂട്ടോറിയലിൽ ആക്സിയോസ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇവിടെയും ആക്സിയോസ് എടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ ബാക്ക് എൻഡിൽ പോയി ആ സ്റ്റുഡന്റിന്റെ URL-ഉം ID-യും കൊടുത്ത് ആ ID ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ ഫെച്ച് ചെയ്തിട്ട് വന്ന് ഈ ഫംഗ്ഷൻ ആ ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽ റിട്ടേൺ ചെയ്യും. ഇൻ കേസ് എറർ ആണെങ്കിൽ ആ എറർ ത്രോ ചെയ്യും. തിരിച്ച് നമ്മൾ യൂസ് എഫക്റ്റ് ഹുക്കിലേക്ക് വന്നാൽ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യും, എറർ ആണെങ്കിൽ എറർ അപ്ഡേറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ട്രഡീഷണലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെ. ഈ കോഡിൽ തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ട്രഡീഷണൽ അപ്രോച്ചസിന്റെ ഇഷ്യൂസ് കാണാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ കോഡ് റിപ്പീറ്റേഷൻ ആണ്. അതായത് ബോയിലർ പ്ലേറ്റ് കോഡ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ കോമ്പോണൻസിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് എല്ലാ കോമ്പോണൻസിനും എറർ, ലോഡിംഗ് സ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി ക്രിയേറ്റ് ചെയ്യണം. ഒരു കോമ്പോണന്റിൽ തന്നെ 2-3 API കോൾസ് ഉണ്ടെങ്കിൽ എല്ലാ API കോൾസിനും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എറർ സ്റ്റേറ്റും ലോഡിംഗ് സ്റ്റേറ്റും ഡാറ്റ സ്റ്റേറ്റും ഒക്കെ മാനേജ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ റിഡൻഡന്റ് ആയിട്ടുള്ള കോഡ് വരുമ്പോൾ തന്നെ നമ്മൾ എസ്പെഷ്യലി ജൂനിയർ ഡെവലപ്പേഴ്സിന് എറർ അവർ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എറർ ക്രിയേറ്റ് ചെയ്താൽ ആ ഏരിയ കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറെ ടൈം അവിടെ വേസ്റ്റ് ആവും. അതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ കോഡ് റിപ്പീറ്റേഷൻ ആണ്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഫെച്ചിങ്ങിന്റെ ഒരുപാട് കോൺസെപ്റ്റ് മിസ്സിംഗ് ആണ് അല്ലെ.
ഒന്നാമത്തെ കേസ് ക്യാഷിംഗ് ആണ്. അതായത് നമ്മളിപ്പം ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ടോപ്പിക്ക്. ക്യാഷിംഗ് എന്താ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നമ്മൾ പേജിനേഷൻ എടുക്കാം. അതേപോലെ പേജിനേഷൻ ഇവിടെ മിസ്സിംഗ് ആണ് കേട്ടോ. പേജിനേഷൻ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ മാനുവലി ചെയ്യണം. ഇവിടെ എല്ലാം മാനുവലി ചെയ്യണം. അതാണ് ഞാൻ പറയുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഇപ്പോൾ നിങ്ങളൊരു സെയിൽസ് ഡാറ്റ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ് ഡാറ്റയാണ് നിങ്ങൾ പ്രൊജക്ട് എന്ന് വിചാരിച്ചു. അവിടെ നിങ്ങൾക്ക് ഓരോ ക്ലിക്കിലും ഓരോ API ഫെച്ചിലും ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും ഡാറ്റ എടുത്തിട്ട് വരേണ്ടതുണ്ടാവുക. എല്ലാ ഡാറ്റയും കൂടി എടുത്തിട്ട് വന്ന് യൂസർ ഇന്റർഫേസിൽ കാണിക്കാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കും. അതായത് അവർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ സിസ്റ്റം ഹാങ് ആയി നിൽക്കും. രണ്ടാമത്തെ കേസ് യൂസറിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈ 1,00,000 ഡാറ്റയും ഇന്റർഫേസിൽ കൊണ്ടുവന്ന് കാണിച്ച് സ്ക്രോൾ ചെയ്ത് പോവുക എന്നുള്ളതും ഡിഫിക്കൽട്ട് അല്ലേ. സോ നമ്മൾ പേജിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് ഓരോ പേജിലും ഇത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് വെക്കും. ഇപ്പൊ ഓരോ പേജിലും എനിക്ക് 100 റെക്കോർഡ്സ് വെച്ച് കാണിക്കണം എന്നാണെങ്കിൽ 100 വെച്ചിട്ട് നമ്മൾ പേജസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ ഓരോ റിക്വസ്റ്റിലും ഈ 100 പേജസ് ആ പേജിന്റെ ഓഫ്സെറ്റിനെയും പേജ് കൗണ്ടിനെയും ബേസ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സിനെയും ബേസ് ചെയ്തിട്ട് ആ ഒരു റെക്കോർഡിൽ ആ ഒരു പേജിൽ എത്ര നമ്പർ ഓഫ് റെക്കോർഡ്സ് വേണോ അത്രയും റെക്കോർഡല്ലേ എടുത്തിട്ട് വന്ന് കാണിക്കുള്ളൂ. അപ്പൊ നമ്മൾ പേജിനേഷൻ ഇവിടെ മാനുവലി ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതുപോലെ പേജിനേഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പേജിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇനി പേജിനേഷൻ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ പേജ് ക്ലിക്ക് ചെയ്തു, അതിന്റെ ഡാറ്റ ലോഡ് ചെയ്തു വന്നു. രണ്ടാമത്തെ പേജിലേക്ക് പോയി എഗെയിൻ ബാക്ക് എൻഡിൽ പോയി സെക്കൻഡ് പേജിന്റെ ഡാറ്റ എടുത്തിട്ട് വന്നു. അതായത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ആ പേജിന്റെ ഡാറ്റ മാത്രമേ ഓരോ API കോളിലും എടുത്തിട്ട് വരുള്ളൂ. പിന്നെയും നിങ്ങൾ തിരിച്ച് ഒന്നാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ബാക്ക് എൻഡിൽ പോയി ഈ ഡാറ്റ എടുത്തിട്ട് വരണം. അപ്പൊ അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ് ക്യാഷിംഗ് എന്ന് പറയുന്നത്. അതായത് പേജ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡാറ്റ ക്യാഷ് ചെയ്യും. അപ്പൊ നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ക്യാഷിൽ ചെക്ക് ചെയ്തിട്ട് ക്യാഷിൽ ഉണ്ടെങ്കിൽ ആ ഡാറ്റ ആയിരിക്കും നമ്മുടെ അടുത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്ക് എൻഡിൽ പോയി ഡാറ്റ ഫെച്ച് ചെയ്ത് വന്ന്, അതായത് ഇപ്പൊ മൂന്നാമത്തെ പേജിന്റെ ഡാറ്റ ക്യാഷിൽ ഇല്ലാത്തത് കൊണ്ട് മൂന്നാമത്തെ പേജിന്റെ ഡാറ്റ ബാക്ക് എൻഡിൽ നിന്ന് എടുത്തിട്ട് വന്ന് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഒന്നാമത്തെ പേജ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷിൽ നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എഗെയിൻ നിങ്ങൾ മാനുവലി ഈ ക്യാഷിംഗ് കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യണം. അവിടെയും ഈ കോഡ് കോംപ്ലക്സ് ആണ്. അതായത് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ട് ആണ്. അത് മാത്രമല്ല, നമ്മൾ മാനുവലി ക്യാഷിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സ്റ്റെയിൽ ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ വരും. അതായത് ഇപ്പൊ നിങ്ങളൊരു ഇ-കൊമേഴ്സ് സൈറ്റ് എടുക്കുക എന്ന് വിചാരിച്ചു. നിങ്ങൾ ഒരു ഇ-കൊമേഴ്സിൽ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ആണ് നമ്മുടെ പേജിൽ ഡിസ്പ്ലേ ചെയ്തത്. അതായത് ഇപ്പൊ ഒരു പിള്ളേരുടെ ഇപ്പൊ ഒരു ഫസ്റ്റ് ക്രൈ ആണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ക്രൈയിൽ നമ്മൾ കുഞ്ഞു പിള്ളേരുടെ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാമ എർത്തിന്റെ 10 മോയ്സ്ചറൈസർ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. കസ്റ്റമർ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് അവർക്കത് പർച്ചേസ് ചെയ്യാം. അപ്പൊ സപ്പോസ് നമ്മുടെ ബാക്ക് എൻഡിൽ ഈ 10 മോയ്സ്ചറൈസറും വിറ്റുപോയി. അതായത് ഈ ഒരു മോയ്സ്ചറൈസർ എന്നുള്ളത് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക, പക്ഷെ നമ്മുടെ ഫ്രണ്ട് എൻഡിൽ ക്യാഷിലുള്ള ഡാറ്റയിൽ ഈ ഒരു അപ്ഡേഷൻ നടന്നിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ക്യാഷിൽ ഈ 10 മോയ്സ്ചറൈസറും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം എന്താ പറ്റുക, നമ്മുടെ സെർവറിലെ ഡാറ്റയും അതുപോലെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ചെയ്തിരിക്കുന്ന ഡാറ്റയും സിങ്ക്രണൈസ്ഡ് ആവാത്തത് കൊണ്ട് കസ്റ്റമറിന് ഈ ഡാറ്റ പർച്ചേസ് ചെയ്യാൻ പറ്റും. അവരുടെ പർച്ചേസ് ആയിരിക്കും അവിടെ ഫെയിൽ ആവുന്നത്. ആക്ച്വലി ഇത് സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ വെച്ചിട്ട് ഈ ഒരു പ്രോസസ്സ് ടെർമിനേറ്റ് ആവും. അപ്പൊ ക്യാഷിംഗിൽ ഇതും ഒരു ഇഷ്യൂ ആണ്. പിന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഫെച്ചിങ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇവിടെ മിസ്സിംഗ് ആണ്. അതായത് നമ്മുടെ UI ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഡാറ്റ ഫെച്ചിങ് കോൺസെപ്റ്റ് അതൊക്കെ ഇവിടെ മിസ്സിംഗ് ആണല്ലേ. ഇപ്പൊ ഓവറോൾ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിഡൻഡന്റ് ആയിട്ടുള്ള കോഡ്, ബോയിലർ പ്ലേറ്റ് കോഡ് ഉണ്ട്. നമ്മൾ മാനുവലി സ്റ്റേറ്റ് മാനേജ്മെന്റ് ചെയ്യണം. അതുപോലെ ക്യാഷിംഗ്, ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഫെച്ചിങ്, ഈ കോൺസെപ്റ്റ് എല്ലാം മാനുവലി ഇംപ്ലിമെന്റ് ചെയ്യണം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. എറേഴ്സും അതിന്റെ ഫിക്സിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ കോഡ് കോംപ്ലക്സിറ്റി പിന്നെയും ഇൻക്രീസ് ആവും. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചസിൽ നിന്ന് മാറി മോഡേൺ ആയിട്ടുള്ള റിയാക്ടിന്റെ ഡാറ്റ ഫെച്ചിങ് അപ്രോച്ചസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. റിയാക്ടിൽ ഒരു ഡാറ്റ ഫെച്ചിങ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മോഡേൺ ഡാറ്റ ഫെച്ചിങ് ലൈബ്രറീസ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ റിയാക്ട് കൊറി,
SWR, അപ്പോളോ ക്ലയന്റ് GraphQL എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ സിന്റാക്സ് വൈസ് ചെക്ക് ചെയ്യുവാണെങ്കിലും കോൺസെപ്റ്റ് വൈസ് ചെക്ക് ചെയ്യുവാണെങ്കിലും ഈ ഒരു ലൈബ്രറീസിന്റെ എല്ലാം കോൺസെപ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിൽ എനിക്കൊന്നും കൂടെ ഈസി ആയിട്ട് തോന്നിയത് റിയാക്ട് ക്വറി ആണ്. സോ നമുക്ക് റിയാക്ട് ക്വറിന്റെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സെയിം നമ്മൾ നേരത്തെ ട്രഡീഷണലി ഇംപ്ലിമെന്റ് ചെയ്ത കോഡ് നമ്മൾ റിയാക്ട് ക്വറി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ റിയാക്ട് ക്വറിന്റെ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. അത് കഴിഞ്ഞ് വൺസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ റിയാക്ടിന്റെ ബിൽറ്റ് ഇൻ ഹുക്ക്, യൂസ് സ്റ്റേറ്റ്, യൂസ് എഫക്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ആദ്യം ഈ ട്രഡീഷണൽ കോഡിലേക്ക് ഒന്ന് പോവാം. ഇവിടെ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു മാനുവൽ ആയിട്ടുള്ള സ്റ്റേറ്റ് പ്രോപ്പർട്ടീസിന്റെ ബോയിലർപ്ലേറ്റ് കോഡിന്റെ ഒന്നും ആവശ്യം ഇവിടെ വരുന്നില്ല. അതായത് റിയാക്ട് ക്വറി തന്നെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്തോളും. ഇനി നമ്മൾ റിയാക്ട് ക്വറിയിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ബോയിലർപ്ലേറ്റ് കോഡിംഗ് അല്ലേ, അതായത് ഡാറ്റ, എറർ, ഈസ് ലോഡിംഗ്, ഇത്രയും കോഡിനെ നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഒരു സെൻട്രലൈസ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ് നടക്കുന്നത്. അതായത് റിയാക്ട് ക്വറി ബിൽറ്റ് ഇൻ ആയിട്ട് യൂസ് ക്വറി ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒരു ക്വറി കീ, അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു ക്വറി ഫംഗ്ഷൻ, അത് നമ്മുടെ സെയിം നമ്മൾ നേരത്തെ കണ്ട അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. ആക്സിയോസ് ലൈബ്രറി ത്രൂ നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്ത് റിട്ടേൺ ചെയ്യുന്നു. ഈ 2 ഫംഗ്ഷൻ മതി. പിന്നെ നമ്മൾ ഈ സ്റ്റേറ്റ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഇവര് തന്നെ ഈ ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് എല്ലാം, അതായത് സ്റ്റേറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ലോഡിങ്ങിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ബൂലിയൻ വേരിയബിൾ ഈസ് ലോഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഹുക്ക്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ട്രൂ ആണോ, ട്രൂ ആണെങ്കിൽ ലോഡിംഗ് ആയിരിക്കും, അത് നമുക്ക് ലോഡിംഗ് ഡിവിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇൻ കേസ് API എറർ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എറർ പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങളുടെ യൂസർ ഇന്റർഫേസ് അപ്ഡേറ്റ് ചെയ്യാം. ഇനി API കോൾ സക്സസ്ഫുള്ളി വൺസ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഡാറ്റ പ്രോപ്പർട്ടി അപ്ഡേറ്റ് ആവും. സോ നിങ്ങൾക്ക് ഇന്റർഫേസിൽ ഈ ഒരു ഡാറ്റ റെൻഡർ ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബോയിലർപ്ലേറ്റ് കോഡിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞത് കേസായിരുന്നു അല്ലെ, ക്യാഷിംഗ് എന്നുള്ളത്. അതാണ് ഇപ്പൊ നമ്മളിവിടെ ഒരു മാനുവൽ ക്യാഷിംഗിന്റെയും കോഡ് ഇതുപോലെ എഴുതേണ്ട ആവശ്യമില്ല. എല്ലാം ഈ ഒരു റിയാക്ട് ക്വറി മാനേജ് ചെയ്തോളും. ഇപ്പൊ ട്രഡീഷണൽ അപ്രോച്ചസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ലോക്കൽ സ്റ്റോറേജസിലോ സെഷൻ സ്റ്റോറേജസിലോ അല്ലെങ്കിൽ നമ്മൾ മാനുവലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കസ്റ്റം ക്യാഷ് മെക്കാനിസത്തിൽ ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ക്യാഷ് ഡാറ്റാന്റെ അപ്ഡേഷൻ, സ്റ്റെയിൽ ഡാറ്റ ഇഷ്യൂസ്, എറർ പ്രോൺ കോഡ്, മെയിൻ്റെനൻസ് ഡിഫിക്കൽട്ടീസ് എല്ലാം വരുന്നുണ്ട് അല്ലെ. റിയാക്ട് ക്വറി ഈ ഒരു ക്യാഷിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്തോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ക്വറി കീ ഉള്ളത്. ഈ ക്വറി കീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിയാക്ട് ക്വറി ഒരു പ്രോസസ്സ് മാനേജ് ചെയ്യുന്നത്. അതായത് വൺസ് ഈ ഒരു ക്വറി ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡാറ്റ റിയാക്ട് ക്വറി ക്യാഷ് ചെയ്യും. നെക്സ്റ്റ് ടൈം റിക്വസ്റ്റ് വരുന്ന സമയത്ത് സെയിം ക്വറി കീ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എഗെയിൻ ബാക്ക് എൻഡിലേക്ക് റിക്വസ്റ്റ് പോകുന്നതിന് പകരം ഈ ക്യാഷ്ഡ് ഡാറ്റ ആയിരിക്കും ഈ ഒരു റിയാക്ട് ക്വറി നമുക്ക് റിട്ടേൺ തരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെയിൽ ഡാറ്റേന്റെ ഇഷ്യൂ ഇവിടെ വരുന്നില്ലേന്ന്. അതായത് ബാക്ക് എൻഡിൽ എന്തെങ്കിലും ഒരു ഡാറ്റ മ്യൂട്ടേഷൻസ്, ആഡിങ്ങോ അപ്ഡേറ്റിങ്ങോ ഡിലീഷനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ റെലവന്റ് ക്യാഷ്ഡ് ഡാറ്റയിലേക്ക് അപ്ഡേറ്റ് ആയിക്കോളും. അവിടെയും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് സൂപ്പർ ഈസി ആയിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഈ സ്റ്റെയിൽ ടൈം, ക്യാഷ് ടൈം എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എപ്പോഴാണോ ക്യാഷ് ഡാറ്റ എക്സ്പയർ ആയി എഗെയിൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് റീഫെച്ചിങ് ടൈം എല്ലാം നമുക്ക് ഈ ഒരു റിയാക്ട് ക്വറിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ പേജിനേഷന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവർ ബിൽറ്റ് ഇൻ ആയിട്ട് പേജിനേഷൻ സപ്പോർട്ട് തരുന്നുണ്ട്. നിങ്ങൾ ഇൻഫൈനൈറ്റ് ക്വറീസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് നമ്മൾ ഇൻഫൈനൈറ്റ് സ്ക്രോളിംഗ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതിന് ഇവരുടെ തന്നെ ബിൽറ്റ് ഇൻ ഹുക്കാണ് യൂസ് ഇൻഫൈനൈറ്റ് ഹൊറി എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പേജിനേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻഫൈനൈറ്റ് സ്ക്രോളിംഗ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൾട്ടിപ്പിൾ കോമ്പോണൻസ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചു. അറ്റ് എ ടൈം ഈ ഒരു എല്ലാ കോമ്പോണൻസും സെയിം ക്വറിയാണ് ട്രിഗർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു റിഡൻഡന്റ് ആയിട്ടുള്ള API കോൾസ് ബാക്കെൻഡിലേക്ക് പോവില്ല. അതിന് പകരം ഈ ഒരു സെയിം ക്വറിയാന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒരു സിംഗിൾ കോൾ ആയിരിക്കും ബാക്കെൻഡിൽ പോയിട്ട് ഈ ഒരു എല്ലാ കോമ്പോണൻസിലും ആ ഡാറ്റ വെച്ച് അപ്ഡേറ്റ് ആയിക്കോളും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ക്യാഷ്ഡ് ഡാറ്റ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ സെയിം API കോൾസ് ആണ് മൾട്ടിപ്പിൾ കോമ്പോണൻസ് ഉള്ളതെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വറി കീനെ ബേസ് ചെയ്തിട്ട് റിയാക്ട് ക്വറി ഡാറ്റ ക്യാഷ് ചെയ്യുമല്ലോ. ഈ ക്യാഷ്ഡ് ഡാറ്റ നമുക്ക് മൾട്ടിപ്പിൾ കോമ്പോണൻസിൽ സെയിം ഡാറ്റ ആവശ്യമുള്ളിടത്തൊക്കെ റീയൂസ് ചെയ്യാം. എഗെയിൻ നമുക്ക് എല്ലാ കോമ്പോണൻസിലും സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ സോ ഇതൊക്കെയാണ് ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ബെനിഫിറ്റ്. അതായത് നമ്മുടെ എൻറ്റയർ ഡാറ്റ ഫെച്ചിങ് പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യും. ഒന്ന് റിഡൻഡന്റ് കോഡിനെ അവോയ്ഡ് ചെയ്യും, സ്റ്റേറ്റ് മാനേജ്മെന്റ് ഓട്ടോമാറ്റിക് ആവും, അതുപോലെ തന്നെ ക്യാഷിംഗ് ഓട്ടോമാറ്റിക് ആവും, റിഡൻഡന്റ് API കോൾസ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കേസാണ് ബാക്ക്ഗ്രൗണ്ട് ഫെച്ചിങ്. അതും എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് ഫെച്ചിങ് നമ്മുടെ യൂസർ ഇന്റർഫേസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും കേട്ടോ. അതുപോലെ ഡാറ്റ ഷെയർ, മൾട്ടിപ്പിൾ കോമ്പോണൻസിന്റെ ഇടയിൽ ഒരു പ്രോബ് ഡ്രില്ലിങ്ങോ
കോൺടെക്സ്റ്റ് API ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് റിയാക്ട് ക്വറീന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. ടാൻസ്റ്റാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ടാൻസ്റ്റാക്ക് ക്വറി, ടാൻസ്റ്റാക്ക് സ്റ്റാർട്ട് അവരുടെ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫ്രെയിംവർക്ക് ആണ്. ടാൻസ്റ്റാക്ക് ഫോം ഉണ്ട്, ടാൻസ്റ്റാക്കിന്റെ ടേബിൾ ഉണ്ട്. ഇപ്പൊ ഈ ലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡാറ്റ എടുത്തിട്ട് വന്ന ലിസ്റ്റിലേക്ക് നമ്മൾ ടേബിളിലേക്ക് ആയിരിക്കുമല്ലോ ലോഡ് ചെയ്യുന്നത് കോമൺ ആയിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റൗട്ടർ ആണ്, ടാൻസ്റ്റാക്ക് റൗട്ടർ ഉണ്ട്. അപ്പൊ ഈ എൻ്റെ ഒരു ടാൻസ്റ്റാക്കിന്റെ സ്റ്റാക്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ലൈബ്രറീസും അവൈലബിൾ ആണ്. വേറൊരു എക്സ്റ്റേണൽ ലൈബ്രറീസിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ സ്റ്റേറ്റ് മാനേജ്മെന്റിനും എല്ലാം ഈ ഒരു ലൈബ്രറിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ മതി. അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ ഒന്നും കൂടെ പറയുവാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ഫെച്ചിങ് ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരിക്കലും റിയാക്ട് ക്വറിയിലോ SWRലോ അല്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ട്രഡീഷണൽ അപ്രോച്ചസിൽ തന്നെയാണ്. ഈ അപ്രോച്ചാണ് നിങ്ങളെ ഡാറ്റ ഫെച്ചിങ് പഠിപ്പിക്കുന്നത്. അതായത് ഡാറ്റ ഫെച്ചിങ്ങിൽ വരുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്, ഡാറ്റ ഫെച്ചിങ്ങിൽ വരുന്ന ഡാറ്റ ഫെച്ചിങ് കോൺസെപ്റ്റ്, അവിടെ യൂസഫറ്റ് ഹുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഓരോ സ്റ്റേറ്റ്സിനെയും നമ്മൾ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അവിടെ വരുന്ന പേജിനേഷൻ, ക്യാഷിംഗ്, ബാക്ക്ഗ്രൗണ്ട് ഫെച്ചിങ് എല്ലാം നമ്മൾ മാനുവലി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇതെല്ലാം പഠിച്ചാലേ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ലൈബ്രറി ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് സൂപ്പർവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ നേരെ പോയി റിയാക്ട് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഹുക്സ് എല്ലാം പഠിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഏതെങ്കിലും ഒരു ലൈബ്രറി ചൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യരുത്. പഠിക്കുന്ന സ്റ്റുഡൻസ് ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു പ്രോസസ് ഫ്ലോ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ക്ലയന്റ് സൈഡ് ഡാറ്റ ഫെച്ചിങ് ആണ്. അതായത് നമ്മൾ സെർവർ സൈഡ് കോമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റ് നിങ്ങളിപ്പം റിയാക്ട് 19 ഒക്കെ വന്നതിന് ശേഷം കേട്ടിട്ടുണ്ടാവില്ലേ. അവിടെ നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് ഒന്നും കൂടെ വേറൊരു വേയിലാണ്. കുറച്ചും കൂടെ ബെറ്റർ വേ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും ക്ലയന്റ് സൈഡിന് വിട്ടിട്ട് സെർവർ സൈഡ് കോമ്പോണൻസിലേക്ക് മാറുന്നുണ്ടല്ലേ. അവിടെ സെർവർ സൈഡ് കോമ്പോണൻസിൽ നമ്മൾ ഈ ഒരു അപ്രോച്ച് അല്ല യൂസ് ചെയ്യുന്നത്. അത് ഞാൻ എന്റെ റിയാക്ട് 19 ട്യൂട്ടോറിയൽ നെക്സ്റ്റ് വരുന്നുണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലയന്റ് സൈഡ് കോമ്പോണന്റിലെ ഡാറ്റ ഫേസിംഗ് ആണ് ഞാൻ ഈ ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ റിയാക്ട് ക്വറിന്റെ ട്യൂട്ടോറിയൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.